ഹലോ നമസ്കാരം എല്ലാവർക്കും. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിച്ച് പഠിക്കാൻ പറ്റും എന്ന് അറിയാത്ത, ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ അറിയാത്തവർക്ക് ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ ചെയ്യാൻ പോവുകയാണ് യൂട്യൂബിൽ. അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ യൂട്യൂബ് വാച്ച് കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ കേരളത്തിൽ പൊതുവേ നമ്മൾ മലയാളമാണ് എല്ലാവരും സംസാരിക്കുന്നത്. അത് പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ പറയും അവൻ ജാടയാണ്, അല്ലെങ്കിൽ അവൻ്റെ മംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കളിയാക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചിങ് മേഖലയിൽ, അല്ലെങ്കിൽ വലിയ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ഇംഗ്ലീഷ് നല്ല സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതലും പ്രയോജനം കൊടുക്കുന്ന രീതിയിൽ അവർക്ക് ഇംഗ്ലീഷ് കോഴ്സ് കൊടുക്കുക. അപ്പം അവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ വീടുകളിൽ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രോത്സാഹനം കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്കത് അവരുടെ ഫ്യൂച്ചറിൽ വളരെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്, നമുക്കറിയാം, ടെൻസ് ആണ്, കാലങ്ങൾ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഒരുപാട് റൂൾസും കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ പറയാം, ഓരോ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരു കടൽ പോലെയാണ്. ഇന്ന് കാണുന്നതല്ല നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും മാറി മാറി വരും. അതിങ്ങനെ കടൽ പോലെ അനന്തമാണ്. നമ്മൾ എത്ര പഠിച്ചാലും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഒരിക്കലും തീരില്ല. കാരണം അത് പല രീതിയിൽ, പല കോണ്ടെക്സ്റ്റിൽ ഓരോ ദിവസവും അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് കോഴ്സ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ ഓരോ ക്ലാസ് ഞാൻ എടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെൻസിൻ്റെ ഒരു ബേസിക് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു സമ്മറി ഞാൻ പറയാം. നമുക്കറിയാം കാലങ്ങൾ, ടെൻസ് 4 തരമാണ്, 3 തരമാണ്. ടെൻസ് 3 നമുക്കറിയാം: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇതിനെ പിന്നെ 4ആയി ഓരോ ടെൻസിനെയും ഓക്കെ 4ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റ് ടെൻസിനെ നമ്മൾ പറയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസ് ആകുമ്പം സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ ആകുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിക്കണം. ഓക്കെ, ആദ്യം ഇത് നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് വെച്ചാൽ നമുക്ക് പറയാം സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്. അതിപ്പോൾ ഒരു ഡെയിലി നടക്കുന്ന കാര്യമാണ്. ഐ ടേക്ക് ബാത്ത്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ